ആയിരക്കണക്കിന് കേസുകൾ എടുത്തു ഞങ്ങളുടെ കുട്ടികൾക്കെതിരെ. നിരവധി ആളുകൾ ആശുപത്രിയിലായി, തലക്കടിയേറ്റ് ഇതൊക്കെ ചെയ്തു. കേരളത്തിൽ ഇതുപോലെ പ്രതിപക്ഷം ഏത് കാലത്ത് സമരം ചെയ്തിട്ടുണ്ട്? ഏത് കാലത്ത് സമരം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ? നിങ്ങൾ ചെയ്യുന്ന പോലെ, മാധ്യമങ്ങൾ പറയുന്ന പോലെ സമരം ചെയ്യാനല്ല ഞങ്ങളിരിക്കുന്നത്. ഞങ്ങൾ പാർട്ടി ഇല്ല, ഒന്നുമില്ല. ആകെ പ്രതിപക്ഷത്ത് LDF ഇരുന്ന സമയത്ത് ഒറ്റ സമരമുള്ള ഓർക്കാനുള്ള സമരം. എന്താ സമരം? ഏതാ? സോളാർ സമരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ. അതെങ്ങനെയാണ് അവസാനിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നാണം കെട്ട് അവസാനിച്ച ഒറ്റ സമരമുള്ളൂ. പ്രതിപക്ഷത്ത് LDF ഇരിക്കും. നിങ്ങൾ LDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ എവിടെ കേരളം കത്തിയത്? ഒറ്റ സമരം, ഓർത്തെടുക്കാനുള്ള ഒറ്റ സമരം. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരൊറ്റ സമരമുള്ള ഓർമ്മയുള്ള സമരം. അത് വഷളായി സമരം. നാണം കെട്ട് ഞാൻ പറയട്ടെ, താങ്കൾ ഞാനല്ലേ സംസാരിക്കുന്നത്, താങ്കൾ സംസാരിക്കില്ലേ? പത്രസമ്മേളനം നടത്തുന്നത് ഞാനാണ്. ഞാൻ നടത്തുമ്പോൾ ബൈറ്റ് തന്നെ ഞാനാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമ്പോൾ താങ്കൾ എന്തിന് ഇത്ര അസ്വസ്ഥനാണ്? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. താങ്കൾ ആദ്യം ചോദ്യം ചോദിക്കാനത് ക്ഷമയോടുകൂടി കേൾക്കാനും ആദ്യം ശീലിക്കും. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് മര്യാദ കാണിക്കും, കുറച്ച് മര്യാദ. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് ഇതുപോലെ ചോദിക്കില്ല? ചോദിക്കോ? മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കും? ഒരു ചോദ്യം ചോദിക്കില്ല. ഒരു ചോദ്യവും മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കില്ല. നിങ്ങൾ പറയുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടാണ് ഞാൻ പോവാറ്. ഈ തോക്കി കയറി വെടിവെക്കില്ലേ? ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സമരവും നടത്തിയിട്ടില്ല കേരളത്തിൽ. ഇപ്പോൾ ഈ പ്രതിപക്ഷം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ ഞങ്ങൾ 2 പ്രാവശ്യം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. 2 പ്രാവശ്യം UDF സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. ഒരു പ്രാവശ്യം 25,000 പേരെ കൊണ്ടുവന്നിട്ടാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചത്. നിങ്ങൾ കണ്ടിട്ടില്ല. അൻവറിന്റെ പിന്നിലെ ഉള്ള ആൾക്കൂട്ടം അത് താൽക്കാലികമാണെന്ന് LDF കൺവീനർ പറഞ്ഞിട്ടുണ്ട്. അൻവർ പറയുന്നത് UDF-ലെയും LDF-ലെയും ഉൾപ്പെടെ CPM-ന്റെ പാർട്ടി മെമ്പർമാരടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അല്ല, അതൊക്കെ ഇഷ്ടം പോലെ എന്തെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് എന്തൊരു അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ആളുകൾ പോയി കാണും. ഒരു ഭരണകക്ഷി MLA സർക്കാരിനെതിരായിട്ട് പറയല്ലേ? അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം സർക്കാരിനെതിരായി സംസാരിക്കല്ലേ? എല്ലാ പാർട്ടിക്കാരും പോയി കാണും. അവിടെ പോകാൻ അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ പോയി കാണും, അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവർ പോയി കാണും, കേൾക്കാൻ വേണ്ടി ആളുകൾ പോയി കാണും, പല രീതിയിൽ ആളുകൾ പോയി കാണും. ഞാനതിനെയൊന്നും തള്ളി പറയുന്നില്ല. അല്ലല്ല, അദ്ദേഹം അവിടുത്തെ MLA കൂടിയാണ്. അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും CPM വിച്ഛേദിച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു പ്രതിഷേധമായി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അത് കേൾക്കാൻ ആളുകൾ പോയി. അതിലെന്താ തെറ്റ്? അല്ല, ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ചൊരു ചർച്ച നടത്തിയിട്ടില്ല. അല്ലല്ല, ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഞാനത് ഒറ്റയ്ക്ക് പറയേണ്ട ആളല്ല. അത് ചർച്ച നടത്തേണ്ട അവസരം വരുമ്പോൾ ഞങ്ങൾ ചർച്ച നടത്തും. അതേ 2 ദിവസമായില്ലേ LDF-ലല്ലായിരുന്ന ഇത്രയും ദിവസം? LDF-ലായിരുന്നല്ലോ, ഇപ്പോഴല്ലേ മാറിയത്. മറ്റൊരു ആരോപണം, ഈ പല വിഷയങ്ങളിലും, പല ജനകീയ വിഷയങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷവും തമ്മിൽ നെക്സസ് ഉണ്ട് എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന വന്നിരുന്നു. അല്ല, അത് തീർച്ചയായിട്ടും തെറ്റാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പ്രതിപക്ഷം ഉമ്മൻചാണ്ടി മുതൽ ഉള്ള മുഴുവൻ നേതാക്കന്മാർക്കെതിരായിട്ട് കേസെടുത്ത സർക്കാരാണിത്. ഉമ്മൻചാണ്ടിക്കെതിരെ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെതിരെ, മുൻ മന്ത്രിമാരായ അനിൽകുമാർ, അടൂർ പ്രകാശ്, MP ആയ ഹൈബിയുടെതിരെ കേസെടുത്തു. എനിക്കെതിരായിട്ട് ഒരു കേസുണ്ടായിരുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി, ഡിവിഷൻ ബെഞ്ച് തള്ളി. എന്നിട്ട് എനിക്കെതിരായിട്ട് കേസെടുത്ത്, എന്നിട്ട് അത് ED-ക്ക് കൊടുത്തു കേസെടുക്കാൻ വേണ്ടി. അപ്പം ഞങ്ങൾ തമ്മിൽ സെറ്റിൽമെൻ്റ് ആണെങ്കിൽ ഞങ്ങൾക്കെതിരായിട്ട് കേസെടുക്കും സർക്കാർ. ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കെതിരായിട്ടും ഞങ്ങൾക്കെതിരായിട്ട് നിരന്തരമായ കേസുകൾ എടുക്കുക, നിരന്തരമായി കേസുകൾ, മനസ്സിലായേ? എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരോട് ഏതെങ്കിലും ഒരു കേസ് എടുത്തോണ്ടിരാൻ പറയാണ് ഞങ്ങളെയൊക്കെ പറ്റി. അങ്ങനെ എടുക്കുന്ന ഒരു സർക്കാരാണ്. ഞങ്ങൾ ആ സർക്കാരിനെതിരായിട്ടും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസിന് പോയിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ഫോറങ്ങളിൽ ഞങ്ങൾ നിയമപരമായ നടപടികൾ സർക്കാരിനെതിരെ സ്വീകരിക്കുന്നു, രാഷ്ട്രീയമായ സമരം ചെയ്യുന്നു. അദ്ദേഹം അത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അല്ല, സഭയിൽ ഞങ്ങൾ പാർട്ടിയും മുന്നണിയും തീരുമാനിച്ചെടുക്കും.